ഹായ്! അപ്പോൾ ഇന്ന് അധികം ആർഭാടങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് സൂപ്പർ ടേസ്റ്റിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് അതിൽ 1/4 ടേബിൾ സ്പൂൺ കടുകും പിന്നെ 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ പെരിഞ്ജീരകവും കൂടി ഇട്ടിട്ട് നന്നായി പൊട്ടി വന്നതിന് ശേഷം അതിലോട്ട് 2 മീഡിയം സൈസ് സബോളയും പിന്നെ 4 പച്ചമുളക് കട്ട് ചെയ്തതും കൂടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ ഇതിലോട്ട് വേണ്ട മസാല എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറണ വരെ വഴറ്റിയെടുക്കുക. എന്നിട്ട് പച്ചമണം മാറിയതിന് ശേഷം പിന്നെ ഒരു 6 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ചേർക്കണത്. തക്കാളി ചോറിൽ ഒരിക്കലും തക്കാളിക്ക് പിശുക്ക് കാണിക്കാൻ പാടില്ല കേട്ടോ. തക്കാളി കുറയും തോറും തക്കാളി ചോറിൻ്റെ ടേസ്റ്റും കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിലോട്ട് നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ മുകളിൽ എണ്ണ അങ്ങനെ പാറി വരില്ല, അതാണ് കേട്ടോ അതിൻ്റെ പാകം. അപ്പോൾ അങ്ങനെ വരണ വരെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. പിന്നെ ഞാനിതിൽ പൊന്നിയരിയാണ് കേട്ടോ ചേർക്കണത്. അപ്പോൾ പൊന്നിയരി 2 ഗ്ലാസ് പൊന്നിയരിയാണ് ചേർക്കണത്. അപ്പോൾ പിന്നെ നന്നായി കഴുകി അത് ചേർത്തതിന് ശേഷം പൊന്നിയരിയും മസാലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലോട്ട് ചേർക്കണത് ആവശ്യത്തിന് മല്ലിയില കട്ട് ചെയ്തതും പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് 2 വിസിൽ കൊടുത്താൽ മതി. നമ്മുടെ സൂപ്പർ ടേസ്റ്റിൽ തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, എല്ലാവർക്കും ഇഷ്ടാവും ചെയ്യും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ടാറ്റാ.